ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 19-ാം അധ്യായം 34-ാം വാക്യം. പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇന്ന് പീഡാനുഭവ വെള്ളി. ക്രൈസ്തവ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഈ പീഡാനുഭവ വെള്ളി എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി സഹിച്ച ഈശോയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. തന്റെ അവസാന തുള്ളി രക്തം വരെ എൻ്റെ ഈശോ എനിക്ക് വേണ്ടി ചൊരിയുകയാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. പീഡാനുഭവ വെള്ളിയില് നമ്മൾ ഒത്തിരിയേറെ വേദനയോടുകൂടി ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, അല്ലെ? ഈശോയുടെ പീഡാസഹനത്തെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഒത്തിരിയേറെ വേദന തോന്നാറുണ്ട്. പക്ഷേ ഈ വേദന ഈ പീഡാനുഭവ വെള്ളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിട്ട് ഇന്ന് മാറുകയാണ്. അതിനുശേഷം എൻ്റെ ജീവിതത്തില് പല പാപങ്ങൾ ചെയ്ത് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുന്ന വ്യക്തിയായിട്ട് ഞാൻ മാറുകയാണ്. ഈ പീഡാനുഭവ വെള്ളി എന്ന് പറയുന്നത് ഒരു ദിവസം മാത്രം എൻ്റെ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട യാഥാർത്ഥ്യമല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ എന്നും ഓർക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് വേണ്ടി എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സഹിച്ച എൻ്റെ ദൈവത്തെ ഓർക്കാനായിട്ട് എനിക്ക് സാധിക്കണം. എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ എൻ്റെ ദൈവം ഇത്രയേറെ പീഡകൾ സഹിച്ചത്. ചിന്തിച്ചു നോക്കിയേ, ഒരു മനുഷ്യന് സഹിക്കാവുന്നതിന്റെ പരമാവധി വേദന എൻ്റെ ഈശോ സഹിച്ചു. തന്റെ അവസാന തുള്ളി രക്തം വരെ അവൻ ചിന്തി. ഇതിനു വേണ്ടിയാ, എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ടാ, എനിക്ക് ദൈവരാജ്യം നേടിത്തരാനായിട്ടാ. പക്ഷെ പലപ്പോഴും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സഹിച്ച ഈ പീഡകളെ ഓർക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ഇന്നും ലോകസുഖങ്ങളുടെ പിന്നാലെ പോയിട്ട് സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തില് ഇതിന്റെ സത്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എൻ്റെ ദൈവം എനിക്ക് വേണ്ടിയാണ് സഹിച്ചത് എന്ന് തിരിച്ചറിയാം. കാരണം എൻ്റെ ദൈവത്തിന്റെ ഈ സഹനം തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്കും ഒരിക്കലും ജീവിതത്തില് ദൈവത്തെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല. ദൈവത്തിന് വേണ്ടി ത്യാഗങ്ങള് ഏറ്റെടുക്കാനായിട്ട് അവൻ തയ്യാറാകും. പക്ഷെ പലപ്പോഴും ഈ ഒരു ബോധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തില് പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി. ഓരോ പാപവും ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ദൈവത്തെ ഞാൻ വീണ്ടും കുരിശിൽ തറയ്ക്കുകയാണ്. എനിക്ക് വേണ്ടി അവൻ സഹിച്ച പീഡകള് പാഴായി പോവുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്റെ പാപം നിമിത്തം എൻ്റെ ദൈവം വീണ്ടും സഹനങ്ങള് ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നു. എനിക്ക് വേണ്ടി സഹിച്ച എൻ്റെ ദൈവത്തിന്റെ സഹനങ്ങളെ വിലമതിക്കാത്ത ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറുകയാണ്. നമുക്ക് ചിന്തിക്കാറുണ്ടോ പലപ്പോഴും എൻ്റെ ദൈവത്തിന്റെ ഈ സഹനത്തെ കുറിച്ച്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവസാന തുള്ളി രക്തം വരെ അവൻ ചിന്തിയ, അല്ലെ? രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥഭാഗത്ത് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, അല്ലെ? തന്റെ അവസാന തുള്ളി രക്തം വരെ അവൻ എനിക്ക് വേണ്ടി ഒഴുക്കി. കുരിശിന്റെ വഴിയിലെ ഓരോ സ്ഥലവും ആത്മശോധന ചെയ്യുമ്പോൾ എന്തുമാത്രം വേദനയാണ് ഈശോ എനിക്ക് വേണ്ടി സഹിച്ചത്. എത്രയേറെ പീഡകളിലൂടെയാണ് അവൻ കടന്നുപോയത്. ഈശോ ഈ സഹിച്ച പീഡകള്, ഈ വേദനകള്, അത് എൻ്റെ ജീവിതത്തില് എനിക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ എൻ്റെ ജീവിതം വിശുദ്ധിയില് മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുക. സ്നേഹമുള്ളവരെ, എൻ്റെ ഈശോ എനിക്ക് വേണ്ടി സഹിച്ച ഈ പീഡകളെ നമുക്ക് ഓർക്കാം. അതുകൊണ്ട് ഈ പീഡാനുഭവ വെള്ളി ഒരു ദിവസം മാത്രം ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തില് എന്നും ഇത് ഓർക്കുവാനായിട്ട്, പാപത്തിൽ നിന്നകന്ന് എൻ്റെ ദൈവം എനിക്ക് സഹിച്ച് എനിക്ക് നേടിത്തന്ന ആ സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട്, ഇനിമേലിൽ പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കാതിരിക്കാനായിട്ട്, വിശുദ്ധിയോടുകൂടി ഈ ഭൂമിയിൽ ജീവിച്ച് ഈശോയുടെ സഹനങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ശുദ്ധമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.